എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാസ എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, കാസ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കാസ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് 2026 നടക്കാൻ പോകുന്ന കേരള അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കും. അതായത് BJP മുന്നണിയിൽ NDA സഖ്യമായി മത്സരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ കാസ എന്ന് പറയുന്ന സംഘടന ആരാണ് രൂപീകരിച്ചത്? അതായത് 2018 കെവിൻ പീറ്ററിൻ്റെ നേതൃത്വത്തിൽ, അതായത് ക്രിസ്ത്യാനികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് കാസ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച്. അതായത് ഇവർ പറയുന്നത്, കാസ തന്നെ പറയുന്നത്, ഇവർക്ക് 18ഓളം ക്രിസ്ത്യൻ സംഘടനകളുടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്നാണ്. അപ്പോൾ ചില്ലറ കേസല്ല. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ നല്ലൊരു പിന്തുണ കാസക്ക് ലഭിക്കുന്നുണ്ട്. അത് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലായി. അത് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. അത്രയും ഫോളോവേഴ്സും അത്രയും ഇതൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഇതാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസുകൾ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവർക്ക് നല്ല ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ നല്ലൊരു പിന്തുണ ഉണ്ട് എന്ന്. അതായത് ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന ഈ ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ഈ കൂടുതലും ജിഹാദികൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ക്രിസ്ത്യൻ സമുദായത്തെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയുമാണ്. അപ്പോൾ അത് ശരിക്കും മനസ്സിലായി, ക്രിസ്ത്യൻ സമൂഹത്തിന് നല്ല ബോധ്യം വന്നു. അതായത് നർക്കോട്ടിക്സ് ജിഹാദി എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞില്ലേ, അപ്പോൾ അതിനെതിരെ എന്താ പറയുക, ഇവിടുത്തെ ജിഹാദികൾ എന്തൊക്കെ ബഹളം വെച്ചിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും എക്സ്പോസ്ഡ് ആയി. അതായത് ഇവിടുത്തെ ജിഹാദി ഔട്ട്ഫിറ്റുകൾ ശരിക്കും എക്സ്പോസ്ഡ് ആയി. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി കാസക്ക് ആ വിഷയത്തിൽ. അതായത് കാസ ആ വിഷയം എടുത്ത് നന്നായി പ്രചരിപ്പിച്ച്, അതായത് എല്ലാ കുടുംബത്തിലോട്ടും കയറി ചെന്ന്, അതായത് ക്രിസ്ത്യൻ സമൂഹത്തിലെ എല്ലാ കുടുംബത്തിലോട്ടും കയറി ചെന്ന് അവിടുത്തെ പെൺമക്കളെയും കുട്ടികളെയും എല്ലാവരും ബോധവൽക്കരിച്ചു. അതായത് ജിഹാദികൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വരും, ഇങ്ങനെ എന്താ പറയുക, പല ഇത് ഓഫർ ചെയ്തിട്ട് അടുത്ത് വരും, നിങ്ങളൊന്നും പോകരുത്. അപ്പോൾ അതായത് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ നല്ലൊരു സ്വാധീനമുള്ള സംഘടനയാണ് കാസ. ആ കാസയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നത്. ശരിക്കും നരേന്ദ്രമോദിയും അമിത്ഷായുടെ പിന്തുണ ഇവർക്കുണ്ട്. അതായത് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ ശക്തമായ പിന്തുണ ഇവർക്കുണ്ട്. അപ്പോൾ BJPക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് കാസക്ക് BJP കാസക്ക് പിന്തുണ നൽകുന്നത്? അവർക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും NDAയിൽ മത്സരിക്കാനും തെരഞ്ഞെടുപ്പിൽ സീറ്റ് വരെ ഏകദേശം 20ഓളം സീറ്റുകൾ കാസക്ക് നൽകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിന് ഇത് വ്യക്തമായൊരു അജണ്ടയുണ്ട്. അത് അജണ്ടയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്ലാൻ, ഒരു ദീർഘവീക്ഷണമുണ്ട് കേരളം എങ്ങനെ പിടിക്കുന്നു. അതായത് കാലാകാലങ്ങളായി കേരള രാഷ്ട്രീയം കറങ്ങിത്തിരിയുന്നത് രണ്ട് മുന്നണികളായിട്ടാണ്, LDFും UDFും. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന LDFും കോൺഗ്രസ് പാർട്ടി നിയന്ത്രിക്കുന്ന UDFും. ഈ രണ്ട് മുന്നണികളായിട്ടാണ് കാലങ്ങളായിട്ട് ഈ കേരള രാഷ്ട്രീയം കറങ്ങി തിരിയുന്നത്. അപ്പോൾ BJPക്ക് ഇവിടെ ഒരു സ്പേസ് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇവിടെ എന്താ പറയണ്ടേ, ഇവിടെ ഈ രണ്ട് പാർട്ടികളും ഈ പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ഭയങ്കര കുത്തിത്തിരിപ്പുണ്ടാകുന്നു. പ്രത്യേകിച്ച് BJPയെക്കുറിച്ച് തെറ്റിദ്ധാരണപരമായ പല കാര്യങ്ങളും ഇവർ പ്രചരിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ BJPക്ക് നല്ല വേരോട്ടമുണ്ട്. അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതായത് കേന്ദ്രഭരണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ സേഫായിട്ട് കഴിയുന്നത്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്താണ് ഉണ്ടായത്? അവിടുത്തെ ന്യൂനപക്ഷത്തെ, അതായത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തൊക്കെ എല്ലാവരും കൊല്ലുകയാണ് ചെയ്തത്. അതായത് ബലം പ്രയോഗിച്ച് അവരുടെ ഭൂമികൾ കണ്ടെടുക്കുന്നു, അവരുടെ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബംഗ്ലാദേശിലൊക്കെ അരങ്ങേറുന്നത്. അപ്പോൾ ശരിക്കും മനസ്സിലായി ഇവിടുത്തെ എന്താ പറയേണ്ടത്, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലൊക്കെ മനസ്സിലായി. അതായത് നമ്മുടെ രക്ഷയ്ക്ക് ഇപ്പോൾ ഇനി BJP മാത്രമേ ഉള്ളൂ, നരേന്ദ്രമോദിക്ക് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നുള്ളൊരു ബോധ്യം ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിനുണ്ടായി. അതായത് ഇനി ഇവരുടെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണം ഇനി നടക്കില്ല. BJP ഒരു വർഗീയ പാർട്ടിയാണ്. BJP വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ചുട്ടുകൊല്ലും, ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയൊക്കെ ചുട്ടുകൊല്ലുന്ന പ്രചാരണം ഇവിടെ നടക്കില്ല. ആരെയാണ് ചുട്ടുകൊല്ലുന്നത് ശരിക്കും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സിലായി. ഈ ബംഗ്ലാദേശ് ഇഷ്യൂ വന്നതോടുകൂടി ശരിക്കും മനസ്സിലായി. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആ വോട്ട് പിടിക്കാൻ തന്നെയാണ്, അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഇപ്പം തന്നെ നമുക്ക് തൃശ്ശൂർ ഇലക്ഷൻ കണ്ടില്ലേ? തൃശ്ശൂർ 2024 നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി വിജയിക്കാൻ കാരണം നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു സുരേഷ് ഗോപിക്ക്. അതായത് അവരുടെ ഇതൊക്കെ മാറ്റിവെച്ച് സുരേഷ് ഗോപിക്ക് എന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ വോട്ട് ലഭിച്ചു. അത് നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വ്യക്തമാകുന്ന എന്താണെന്നറിയോ, ക്രിസ്ത്യൻ സമുദായം എന്താ പറയേണ്ടത്, കാലാകാലങ്ങളായിട്ട് അവർ എന്താ പറയേണ്ടത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ സമുദായം ഇനിയും അവർക്ക് വോട്ട് ചെയ്യില്ല, BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. അവർക്ക് കുറേ കാര്യങ്ങൾ, 1-2 പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അത് ബംഗ്ലാദേശ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫ് വിഷയം. മുൻപത്തെ ഏകദേശം 700ഓളം കുടുംബങ്ങൾ കുടിയിറക്കൽ ഭീഷണി ഉണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യൻ സമൂഹമായിരുന്നു, കത്തോലിക്കരായിരുന്നു അവിടെ. അപ്പോൾ ഇവരോടൊക്കെ ഈ രണ്ട് മുന്നണികൾ എന്താ പറഞ്ഞതെന്നറിയോ, അതായത് അവിടുന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന രീതിയിൽ വഖഫിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ വാദിച്ചത്. അതും ശരിക്കും ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അവർക്ക് മനസ്സിലായി അവരുടെ കൂടെ ആരാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. ഈ വഖഫ് വിഷയത്തിൽ എന്താ പറയുക, BJP മാത്രമേ ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കൂടെ നിന്നുള്ളൂ.
അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ശരിക്കും ക്രിസ്ത്യൻ സമൂഹം ശരിക്കും ഇവരൊക്കെ ഒരു പാഠം പഠിപ്പിക്കുക. അവർ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇനി ഇവരെ വിട്ടാൽ പറ്റില്ല, ഇനി ഇവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് സ്വന്തം കിടപ്പാടം, അതിലപ്പുറം എന്താണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ നേരിടുന്നത്? അതായത് ഒരു സ്വന്തം കിടപ്പാടം എന്താ പറയുക, അതൊക്കെ വിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ രക്ഷിച്ചതാരാണ്? സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അവർക്ക് മനസ്സിലായി ഈ രണ്ട് മുന്നണികളും ഇനി എന്ത് ഇവിടെ കുപ്രചാരണങ്ങളും അഴിച്ചു വിട്ട് കഴിഞ്ഞാലും അതിവിടെ നടക്കില്ല. ക്രിസ്ത്യൻ സമുദായം അത് തള്ളിക്കളയും തന്നെ. ഇപ്പോൾ തന്നെ BJP കണ്ടല്ലോ 17% വോട്ടാണ് കേരളത്തിലുള്ളത്. ഈ 17% കൂടെ ഒരു 7-8% കിട്ടിക്കഴിഞ്ഞാൽ 25% അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കേരളത്തിൽ BJPക്ക് 20-ഓളം സീറ്റുകൾ, മിനിമം 20ഓളം സീറ്റുകൾ കിട്ടും. അതായത് കഴിഞ്ഞ 2024 ലോക്സഭ ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ 11ഓളം മണ്ഡലങ്ങളിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ഒന്നാമതെത്തി, 9ഓളം മണ്ഡലങ്ങളിൽ BJP രണ്ടാമതെത്തി. ഈ രണ്ടാമതെത്തിയ മണ്ഡലങ്ങളുണ്ടല്ലോ, ഒന്നാം സ്ഥാനം തമ്മിൽ വ്യത്യാസം 5000 വോട്ടിൽ താഴെയാണ്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന 11 മണ്ഡലങ്ങൾക്ക് BJPയുടെ ഭൂരിപക്ഷം വളരെ മൃഗീയമാണ്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു വോട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ 20 മണ്ഡലം സുഖമായിട്ട് ജയിച്ചു പോകാൻ പറ്റുന്നില്ല ഒരു ബോധം BJPക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ BJP മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ 20 മണ്ഡലങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാസ പുതിയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവാൻ പോകുന്നറിയോ? ധാരണ പ്രകാരം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം 20ഓളം മണ്ഡലങ്ങളിൽ കാസ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ല. അപ്പോൾ BJP ആൾക്കാർ കാസയുടെ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ഈ 20ഓളം മണ്ഡലങ്ങൾ കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതായത് കോൺഗ്രസിനും കേരള കോൺഗ്രസിനും സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ BJP ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 20ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ തോൽവി ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും കാസ BJP സപ്പോർട്ട് ചെയ്യും. കാസയുടെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയൊക്കെ വോട്ട് BJP കിട്ടും. അങ്ങനെ BJP 20ഓളം സീറ്റുകളെങ്കിലും മിനിമം 20ഓളം സീറ്റുകളും ജയിച്ച് കയറും എന്നാണ് BJPയുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം തകിടം മറിയും. അപ്പോൾ കാസ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം, കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു മതേതര പാർട്ടിയില്ല, പക്ക ഒരു വർഗീയ പാർട്ടിയാണ്. എന്താ പറയണ്ടത്, അവരെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രശ്നം മതമാണ് വിഷയം. അവരുടെ വിഷയം മതം അത് മാത്രമാണ് അവരുടെ വിഷയം. അപ്പോൾ ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാം ഈ മുസ്ലിം സംഘടനകളും വളരെ വർഗീയപരമായിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാക്കി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ നമ്മൾ തെലങ്കാനയിലേക്ക് കണ്ടില്ലേ, റംസാൻ പ്രമാണിച്ച് അവിടെ എന്താ പറയുക, മുസ്ലിം ഉദ്യോഗസ്ഥർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ഇളവുകൾ കൊടുക്കുകയാണ്. ജോലി സമയത്തിൽ പ്രത്യേക ഇളവുകൾ കൊടുക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ മാറ്റി വെക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ബാക്കിയുള്ള സമുദായത്തിൻ്റെ ആൾക്കാർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് കോൺഗ്രസും വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനൊക്കെ മോചനം ലഭിക്കാൻ വേണ്ടി തന്നെയാണ് കാസയുടെ തീരുമാനം. അതായത് ഒരു ഇസ്ലാമിക ഔട്ട്ഫിറ്റ് കേരളത്തിൽ ഭരണത്തിൽ വരരുത് എന്നാണ് കാസയുടെ തീരുമാനം. അതൊക്കെ കൊണ്ട് തന്നെയാണ് BJPയുടെ കൂടെ മത്സരിക്കുന്ന BJPയുടെ പിന്തുണ കൂടെ മത്സരിക്കുന്നതും. എന്ത് തന്നെയായാലും ഈ കാസ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 20ഓളം സീറ്റ് BJP പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിത്രം മാറും. കോൺഗ്രസ് ഭരണത്തിൽ വരില്ല. പിണറായി വിജയൻ വരുമോ എന്നറിയില്ല. എന്തായാലും BJP പിന്തുണക്കുന്ന, അതായത് കാസർഗോഡ് ഉൾപ്പെടുന്ന ഒരു പാർട്ടി, അതായത് കാസർഗോഡ് പിന്തുണക്കുന്ന മുന്നണി, അതായത് BJP മുന്നണി NDA സഖ്യം തീരുമാനിക്കും ആര് കേരളം ഭരിക്കണമെന്ന്. അവിടെയാണ് കളി. അപ്പോൾ കേരള രാഷ്ട്രീയം തകിടം മറിക്കാൻ തന്നെയാണ് കാസയുടെ തീരുമാനം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കാസ പാർട്ടി രൂപീകരിക്കട്ടെ, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ. കോൺഗ്രസ് എന്താ പറയുക MLA 20ഓളം സീറ്റുകൾ അവർ തോൽവി ഉറപ്പാക്കട്ടെ. 20ഓളം സീറ്റുകൾ BJP സപ്പോർട്ട് ചെയ്യട്ടെ. 20ഓളം സീറ്റുകൾ BJP വിജയിക്കട്ടെ. കേരള രാഷ്ട്രീയം തകിടം മറിയട്ടെ. നമുക്ക് അതിന് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.